ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ വിജിലൻസ്. ആഭ്യന്തര പരിശോധനാ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിലും അന്വേഷണം നടത്തും. തട്ടിപ്പ് നടത്താൻ സംഗീതിന് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്ന വിലയിരുത്തലിലാണ് വിജിലൻസും. നഷ്ടമായ പണം തിരിച്ചുപിടിക്കുമെന്ന് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അറിയിച്ചു. തട്ടിപ്പ് വ്യക്തമായപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകിയെന്നും ടി.പി. സുബൈർ ജനം ടിവിയോട് പറഞ്ഞു. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2 കോടിയോളം രൂപ ക്ലർക്കായ കെ സംഗീത് തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് വിജിലൻസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ബോർഡിന്റെ ചെക്ക് ഉപയോഗിച്ചും രേഖകൾ തിരുത്തിയും നടത്തിയ തട്ടിപ്പ് ക്ലർക്ക് മാത്രമായിരുന്ന സംഗീതിന് ഒറ്റയ്ക്ക് ചെയ്യാനാകില്ലെന്നാണ് വിലയിരുത്തൽ. വിഷയത്തിൽ ആഭ്യന്തര പരിശോധനാ സംഘം നടത്തിയ പരിശോധനയിൽ ലോട്ടറി വകുപ്പിലെയും ക്ഷേമനിധി ബോർഡിലെയും 5 അംഗ സംഘത്തിന് തട്ടിപ്പിൽ പങ്കിട്ടെന്ന് കണ്ടെത്തിയതായാണ് സൂചന. സമിതിയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമാകും. തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ സംഗീത മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അഡ്മിറ്റായിരുന്നു. ഇത് വ്യാജമാണോ എന്നും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം നഷ്ടമായ പണം തിരിച്ചുപിടിക്കുമെന്ന് ബോർഡ് ചെയർമാൻ ടി.ബി. സുബൈർ ജനം ടിവിയോട് പറഞ്ഞു. ഫിനാൻസിൽ നിന്നുള്ള ആളുകളും പരിശോധനയുമായി രംഗത്തിറങ്ങി. അതുപോലെ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. എത്രയോളം പൈസ പോയിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലാണ് ഇത് നടന്നിട്ടുള്ളതിനെല്ലാം വിശദമായ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾക്ക് ആനുകൂല്യമായി കൊടുക്കേണ്ട പണമാണ് ഇത്തരത്തിൽ പോയിട്ടുള്ളത്. അത് തിരിച്ചുപിടിച്ച് അവർക്ക് കൊടുക്കുന്ന എല്ലാ നടപടികൾ സ്വീകരിക്കുകയും കൂടാതെ ഈ പണം മുഴുവൻ തന്നെ ബോർഡിൽ തിരിച്ചുപിടിക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് കർശനമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഗീത ലോട്ടറി ഡയറക്ടറേറ്റിലും സമാന തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരുന്നു. ലോട്ടറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ വ്യാജൊപ്പ് ചെക്കിൽ രേഖപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. ജീവനക്കാരുടെ സഹതാപം പിടിച്ചുപറ്റാൻ ക്യാൻസർ രോഗി എന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതായും വ്യക്തമായിരുന്നു. ജനം, തിരുവനന്തപുരം.